ഇവിടെ എനിക്ക് മിക്ക പച്ചക്കറി കൃഷികളിലും ഏറ്റവും പ്രധാന പ്രശ്നം ചെടികൾ നന്നായി വളരും, പൂക്കും, പക്ഷേ കായ്കൾ ഉണ്ടാവില്ല. തക്കാളി, മുളകൊക്കെ മിക്കവാറും അങ്ങനെയാണ്. ഇപ്പോൾ കുറച്ച് മാറ്റം വന്നു തുടങ്ങി. പക്ഷേ പയറിനിതാ ഇപ്പോൾ കണ്ടില്ലേ, ചിത്രകീടം, ഇലകളിലൊക്കെ ചിത്രം വരച്ച പോലെ കണ്ടില്ലേ. ഇത് പുതിയ തൈകളാണ്, ഞാൻ വെണ്ണീറൊക്കെ ഇട്ട് മണ്ണൊക്കെ കയറ്റി കൊടുത്തിരിക്കണം. അതിൻ്റെ നടുക്ക് കാണുന്ന ഈന്തിൻ്റെ ചെടി കേട്ടോ. ഈന്തെന്ന് പറഞ്ഞാൽ ഈന്തപ്പന, ഇടയിൽ മധുരക്കിഴങ്ങിൻ്റെ ഒരു വള്ളിയും ചെറുതായിട്ട് കണ്ടിരുന്നു. അപ്പോൾ ഇതിന് ഞാൻ ഇപ്പോൾ ചെയ്തു കൊടുക്കുന്നത്, ഇത്രയും കാലം ഒരു അഗ്രോ പ്ലസ് സ്പ്രേ അടിച്ചു കൊടുക്കുമായിരുന്നു. ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് ഞാൻ ചിത്രകീടത്തിന് അടിച്ചു തുടങ്ങിയിരിക്കുന്നത് വേപ്പെണ്ണ സ്പ്രേ ആണ്. പക്ഷെ അത് പൂർണ്ണമായിട്ട് തടയാൻ പറ്റിയെന്ന് പറയുന്നില്ല ഞാൻ. കാരണം ഇതിപ്പോൾ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഉണ്ടായിരുന്ന ഇലകളൊക്കെ ഞാൻ നുള്ളി കളഞ്ഞതാണ്. അതോ ഇനി ഈ ഒരു ഇല കാണാതെ പോയതാണോ എന്നറിയില്ല. കുറച്ച് പഴയ ഇല ആയതുകൊണ്ട് ചിലപ്പോൾ അങ്ങനെയും സാധ്യതയുണ്ട്. പുതിയ ഇലകൾക്ക് അധികം കാണുന്നില്ല, പുതിയ ചെടികൾക്കും കാണുന്നില്ല. അപ്പോൾ ബലം ഉണ്ടായില്ല എന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് ഒരു പ്രധാന ശല്യം. മുമ്പുണ്ടായിരുന്ന പ്രധാന ശല്യം ചിത്രകീടമായിരുന്നില്ല. മൺട്രിങ്ങ പ്രാണികൾ എന്ന് ഞാൻ പറയാറുള്ള, നാട്ടുമ്പുറത്ത് കേട്ടിട്ടുള്ള പേരുള്ള ഒരു കറുത്ത കുഞ്ഞു കുഞ്ഞു ജീവികളുണ്ട്. അത് ഉറുമ്പാണ് കൊണ്ടുവന്ന് ഇതിൻ്റെ തളിരിൻ്റെ അവിടെ കൊണ്ടുവയ്ക്കുക. അപ്പോൾ ഉറുമ്പുകൾ തന്നെയാണ് അത് മാനേജ് ചെയ്യുന്നത്. ആഫിഡുകളാണത്, ഉറുമ്പിൻ പശു എന്നൊക്കെ പറയും. ഈ ആഫിഡുകൾ കൊടുക്കുന്ന ഒരു ഹണി ഡ്യൂ, അതാണ് ഉറുമ്പിന് വളരെ ഇഷ്ടം. അതുകൊണ്ട് ഉറുമ്പാണ് മാനേജ് ചെയ്യുന്നത്. നമ്മൾ പശുവിനെ വളർത്തുന്ന പോലെ ഉറുമ്പ് ആഫിഡുകളെ വളർത്തും. അപ്പോൾ അത് ധാരാളം ഉണ്ടാവാറുണ്ടായിരുന്നു. ഇപ്പോൾ ഇത് വേറെ തരം പയറായതുകൊണ്ടാണോന്നറിയില്ല, ഇപ്പോൾ ഇതിന് അത് കാണുന്നില്ല അധികം ആഫിഡുകൾ. പക്ഷേ ചിലപ്പോൾ ഒക്കെ വരുന്നുണ്ട്. മറ്റെങ്ങനെയാ വെച്ചാൽ കറുത്ത പോലെയാവും ഈ ചെറിയ തളിര് തണ്ടുകളൊക്കെ. പയറൊക്കെ ഉണ്ടായാൽ ആ പയറിൻ്റെ മുകളിൽ മുഴുവൻ പൊതിഞ്ഞിട്ട് പയർ കാണില്ല, അത്രയ്ക്കും അധികം എണ്ണം ഉണ്ടാവും. ഇപ്പോൾ അത് കാലാവസ്ഥയിലുള്ള മാറ്റം വരുമ്പോഴാണോന്നറിയില്ല, ചില സമയത്ത് വരുമായിരിക്കും. ഇപ്പോൾ അധികം കാണുന്ന ചിത്രകീട ശല്യമാണ്. അപ്പോൾ ഇനി ഇതൊക്കെ മാറിയെടുത്താലേ എനിക്കെന്തെങ്കിലും പയർ കിട്ടുള്ളൂ.